ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പ്രഥമനാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചെറുപയറിൻ്റെ പരിപ്പാണ്. ഇത് ഞാനിവിടെ കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി 1 കിലോ ചെറുപയർ പരിപ്പിന് 1.5 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബ്ലാക്ക് കളർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മേടിക്കുമ്പോൾ ഇത് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണം, കറുത്ത ശർക്കര മേടിക്കാൻ, എന്നെങ്കിലേ നമ്മുടെ പായസം നല്ല കളറും നല്ല മധുരവും കിട്ടുകയുള്ളൂ. ഇനി ഒരു 5 തേങ്ങ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയാൻ വേണ്ടി ഒരു ശകലം വെള്ളം മാത്രമേ, കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ. എന്നിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അതാണ് ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക്. ഫസ്റ്റ് കോക്കനട്ട് മിൽക്കാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ആ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് കോക്കനട്ട് മിൽക്ക്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗീയുടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെക്കാം. അതിലേക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 2 വിസിലായി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ റിലീസ് ചെയ്തതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കണം. അപ്പം നമ്മുടെ പരിപ്പ് കറക്റ്റ് വെന്തിരിക്കും. ഈ സമയം നമ്മൾ 2 വിസിലായിട്ട് ഇതിന് എയർ റിലീസ് ചെയ്തില്ലെങ്കിൽ പരിപ്പ് ഒത്തിരി അല്ലെങ്കിൽ വെന്തു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കണമെന്ന് പറയുന്നത്. അപ്പം ഞാനിനി അടുത്തായിട്ട് പാനിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഉരുക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായി ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്ത ശർക്കര പാനി സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെന്ത പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്കൻഡ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. എപ്പോഴും നമ്മൾ മീഡിയം ഹീറ്റ് വേണം ഫ്ലെയിം വെക്കാൻ. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിവിടെ 1 കിലോ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1/2 കിലോ പയറിൻ്റെ പായസം വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയേറെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ 1/2 കിലോ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഹാഫായിട്ടുള്ളത് എടുത്താൽ മതി. ശർക്കരയാണെങ്കിലും കോക്കനട്ട് ആണെങ്കിലും എല്ലാം. നമ്മുടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. നമുക്കിത് ഇതിൻ്റെ തിക്നെസ് മനസ്സിലാവും. ഇളക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തിക്നെസ് മനസ്സിലാവും.
അപ്പോൾ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഹീറ്റ് ഫ്ലെയിമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഒത്തിരി തിളച്ച് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് പായസം കുടിക്കുമ്പോൾ ആ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നന്നായി തിക്കായിട്ടുണ്ട്. നമുക്കത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. തവിയിൽ ഇങ്ങനെ നല്ല തിക്കായിട്ട് തോന്നും നമുക്ക് ഇളക്കുമ്പോൾ തന്നെ. കണ്ടോ, ഇതുപോലെ തന്നെ. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാൻ വെച്ച് ഞാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ കോക്കനട്ട് പീസായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനെല്ലാം സെപ്പറേറ്റ് ആണ് ഫ്രൈ ആക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പലതിനും പല മൂപ്പാണ്, അതുകൊണ്ട്. അപ്പോൾ കോക്കനട്ട് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് പായസത്തിലിടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാം ഗീയിൽ വറക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി അടുത്ത നമ്മൾ കാഷ്യൂ നട്ടാണ് വറക്കുന്നത്. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതും നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത നമ്മൾ ഉണക്കമുന്തിരിയാണ് വറക്കുന്നത്. ഉണക്കമുന്തിരി നമ്മൾ വറക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ടിഷ്യൂ പേപ്പർ വല്ലതും ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം വറക്കാനിടാൻ. എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം വറുത്ത് നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് കോക്കനട്ട് ഇടാം. ഇനി ഞാനിവിടെ ഏലക്ക ക്രഷ് ചെയ്തിടുവാണ്. ഏലക്ക എപ്പോഴും നമ്മൾ ക്രഷ് ചെയ്ത് ഇടാവൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സിയിലിട്ട് പൗഡർ ഫോം ആക്കി ഇടുവാണെങ്കിൽ അതിനൊരു ബാഡ് ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഏലക്കയുടെ ടേസ്റ്റ് വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടി ഇടാവുന്നതാണ്. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം. താങ്ക് യു.